എൻ്റെ നാട്. അവതരണം ജെസ്സി ജേസൺ. പ്രകൃതി രമണീയമായ ഒരു ഗ്രാമമാണ് എൻ്റെ നാട്. എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രം നിറഞ്ഞു നിൽക്കുന്നത് കാണാം. നോക്കത്ത ദൂരം പരന്നു കിടക്കുന്ന വയൽ, എവിടെ നോക്കിയാലും തെങ്ങും തോപ്പുകളും റബ്ബറും കാടും, പിന്നെ ചെറിയ തോതിലെ അടയ്ക്കാമരങ്ങളും ജാതിയും കാപ്പിയുമെല്ലാം കൃഷി ചെയ്യുന്ന ഒരു ഗ്രാമം. അതാണ് എൻ്റെ നാട്. ആ ഗ്രാമത്തെ പറ്റിയാണ് പറയുന്നത്. മകരമാസത്തിലെ മഞ്ഞും തണുപ്പും എല്ലാമായി ഒരു ദിവസം തുടങ്ങുന്നു. ഇവിടെ അടുത്തുള്ള കാവിൽ നിന്ന് കേൾക്കാം ഭക്തിഗാനം. വീടിനടുത്ത് തന്നെയാണ് ഈ കാവ് ഉള്ളത്. കുറച്ചകലെയായി പള്ളിയുണ്ട്. അവിടെ നിന്ന് രാവിലെ പള്ളിയിൽ നിന്ന് മണിനാഥ ശബ്ദം കേൾക്കാം. പുറത്ത് നേരം പുലർന്നു എന്ന് വിളിച്ചു പറയുന്ന കാക്കകൾ, മരക്കൊമ്പിലിരുന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അണ്ണാറക്കണ്ണൻ, എത്ര കൂകിയാലും മതിയാവാത്ത മരക്കൊമ്പിലിരിക്കുന്ന കുയിൽ, പിന്നെ കൂട്ടത്തോടെ പറന്നു പോകുന്ന കൊക്കുകൾ എല്ലാം ഒരു ദിവസത്തെ കാഴ്ചകളാണ്. പിന്നെ പാലുമായി പോകുന്ന ആളുകൾ, പത്രം നോക്കി നിൽക്കുന്ന ആളുകൾ, ഇങ്ങനെ പോകും ഒരു ദിവസത്തെ കാഴ്ച. മകരമാസത്തിലെ കൊയ്ത്തിനായി പാടത്ത് നെല്ലി വിളഞ്ഞു നിൽക്കുന്നു. പഴയ കാലത്ത് കൊയ്ത്തിനും മെതിക്കാനുമെല്ലാം പെണ്ണുങ്ങളായിരുന്നു വന്നിരുന്നത്. രാവിലെ വന്നാൽ നടന്നിട്ട് വേണം കൊയ്ത്ത് കഴിഞ്ഞ് നെല്ലി വീട്ടിലെത്തിക്കാൻ. രാത്രിയിലായിരുന്നു മെതിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിനുള്ള ആളുകളില്ല. കൊയ്ത്തും യന്ത്രം വന്നതോടുകൂടി ആ പഴയ ആളുകളൊക്കെ ഇപ്പം ഇല്ലാതെയായി. നെല്ല് ചാക്കിലാക്കുന്നു, നെല്ല് കൊയ്യുന്നു, എല്ലാം ഇപ്പം യന്ത്രം ചെയ്യല്ലേ. പിന്നെ ഇവിടെ ഒരു പഴയ കാലത്തൊരു ചന്ത ഉണ്ടായിരുന്നു. ഇപ്പോഴും ചന്തയുണ്ട്. പക്ഷേ ആദ്യത്തെ പോലെ അത്ര അങ്ങോട്ട് ആളുകൾ വയലിലേക്ക് പോകുന്നില്ല എന്ന് മാത്രം. പഴയ കാലത്ത് ആ ചന്തയിൽ നിന്നായിരുന്നു എല്ലാവരും സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിരുന്നത്. ആഴ്ചയിലൊരു ദിവസമായിരുന്നു ചന്തയുള്ളത്. ആ ഒരാഴ്ചയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം അന്ന് വാങ്ങി വരുമായിരുന്നു. ഇപ്പോൾ ഫോണ് വിളിച്ചാൽ വീട്ടിലെത്തും സാധനങ്ങൾ. എന്നാലും ചില ആളുകൾ ഇപ്പോഴും ചന്തയിൽ പോയി സാധനങ്ങൾ വാങ്ങാറുണ്ട് കേട്ടോ. കുംഭം 8-നാണ് ഇവിടുത്തെ മുത്തപ്പൻ പള്ളിയിലെ പെരുന്നാൾ. ഇതിൻ്റെ പ്രത്യേകത ഒരു പ്രദക്ഷിണമാണ്. 3 ദിവസമാണ് പെരുന്നാൾ. ആ 3 ദിവസവും പ്രദക്ഷിണമുണ്ട്. ഓരോ ദിവസം ഓരോ വഴിക്കാണ് പ്രദക്ഷിണം പോകുക. പ്രദക്ഷിണം പോകുന്ന വഴിയിൽ എല്ലാവരും തിരി കത്തിച്ച് നിലവിളക്കും കത്തിച്ച് ആ പ്രദക്ഷിണത്തിന് വരവേൽക്കാൻ നിൽക്കും. ധൂമക്കുറ്റി വീശി വരുന്ന കപ്പേര്, അതിൽ നിന്ന് ആ കുന്തിരിക്കത്തിൻ്റെ മണം ആ കാറ്റിലിങ്ങനെ അലിഞ്ഞു നടക്കും. ആ പ്രദക്ഷിണം പോയി കഴിഞ്ഞാലും ആ കുന്തിരിക്കത്തിൻ്റെ മണം മാഞ്ഞു പോവില്ല. അതിനുശേഷം പിന്നിലെ അച്ഛനും കപ്പ്യാരും കുട്ടികളുമായി വരും. അതിന് പിന്നാലെ പോപ്പിക്കൂടെ പിടിച്ച കുട്ടികൾ, പിന്നെ മുത്തുകൂടെ ചൂടിയ വലിയ ആളുകൾ, അങ്ങനെ അതിന് നടുക്കുകൂടെ ചെണ്ട, ബാൻഡ് സെറ്റ്, അങ്ങനെയൊക്കെയായി ആ പ്രദക്ഷിണം നടന്ന് നമ്മുടെ വീടിന് മുമ്പ് കൂടിയൊക്കെ ആയിട്ടാണ് അത് പോവുക. പിന്നെ മീനമാസത്തിലാണ് ഇവിടുത്തെ കാവിലെ ഉത്സവം. അതിന് മുമ്പ് പല അമ്പലങ്ങളിലെ ഉത്സവങ്ങളുണ്ട്. പക്ഷേ നമുക്ക് കാവിലെ ഉത്സവമാണ് ഏറ്റവും പ്രധാനം കേട്ടോ. ഈ കാവിലമ്മ വിളിച്ച വെളിപ്പുറത്തെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഏത് കാര്യത്തിനും കാവിലമ്മയിലും ശക്തിയുടെ മുമ്പിൽ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ഏത് കാര്യത്തിനും നമ്മൾ പോകുമ്പോഴും കാവിലമ്മേനെ വിളിച്ചു പോയാൽ ആ ദിവസം അത് വിജയമാവും എന്നാണ് ഇവിടുത്തെ ആളുകളുടെ വിശ്വാസം. 10 ദിവസമാണ് ഉത്സവം. എല്ലാ ദിവസവും അന്നദാനവും ഉണ്ട്. പിന്നെ കലം കരിക്കൽ, അങ്ങനെ ഒരു ചടങ്ങും ഇവിടെയുണ്ട്. ഉത്സവത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഉത്സവത്തിന് ആനയില്ല. ഇവിടുത്തെ ഈ ഉത്സവത്തിന് ആനകളൊന്നും കാണാറില്ല. കാളക്കളി, ശൂലം തറച്ച് വരുന്നവർ, പലതരത്തിലുള്ള കാവടികൾ, അതൊക്കെയാണ് ഇവിടുത്തെ ഘോഷയാത്രയ്ക്ക് മുമ്പോടിയായിട്ട് കാണുക. കാവിൽ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പാനത്തുള്ളിലുണ്ട്. തെങ്ങിൻ പൂക്കോല പിടിച്ച് ഒരു പ്രത്യേക തരം ചൂട് വെച്ച് അതിൻ്റെ പിന്നാലെ അമ്പലത്തിന് ചുറ്റും ഒരു 3 പ്രാവശ്യത്തെ പ്രദക്ഷിണമായിട്ട് നടക്കുന്നത് കാണാം. അതുപോലത്തെ ഒരു ഇതാണ് തൂക്കം എന്ന് വെച്ചാൽ ഗരുഡപ്പറവ, അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അതിനെ പറ്റിയിട്ടുള്ള ഐതിഹ്യമൊന്നും എനിക്കറിയില്ല. പുലർച്ചെയാണ് ഈ തൂക്കത്തിൻ്റെ ഒരു ഇത് വരുന്നത്. അതോടുകൂടി കാവിലെ ഉത്സവം അവസാനിച്ചു. പിന്നെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. അടുത്ത പള്ളി പ്രദക്ഷിണത്തിനും കാവിലെ ഉത്സവത്തിനും വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായി. സന്ധ്യയായി എന്നുള്ളതിൻ്റെ മുൻകരുതലായി കാവിൽ നിന്ന് കേൾക്കാം ഭക്തിഗാനം. ഇനി നാളെ കാണാം എന്ന് പറഞ്ഞു പോകുന്ന അണ്ണാറക്കണ്ണനും, അതുവരെ കൊത്തിപ്പറക്കിയ തീറ്റയുമായി കാക്കയും പ്രാവും പറന്നു പോകുന്നു. പിന്നാലെ കൂട്ടത്തോടെ കൊക്കും. ആ കാഴ്ച കണ്ണിനും മനസ്സിനും ഒരു കുളിർമയാണ്. ഇനി ബാക്കി പോകുന്നത് നാളെ എന്ന് പറഞ്ഞ് കുയിലും പറന്നു പോകുന്നു.
ഇനി ഞാനായിട്ട് എന്തിനാണ് എന്നോർത്ത് സൂര്യനും പടിഞ്ഞാറ ചക്രവാളത്തിലേക്ക് താഴുന്നു. നാളെ കാണാമെന്ന് പറഞ്ഞ് പോകുന്നു. ഞാനും പോകുന്നെന്ന് പറഞ്ഞ് പുഴയോട് പറഞ്ഞ് ഞാനും കയറിപ്പോന്നു. ഇനിയും പറഞ്ഞാൽ തീരാത്തത്രയുമുള്ള എൻ്റെ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. എന്നാലും ഞാനിവിടെ നിർത്തുന്നു. ഇതാണ് എൻ്റെ നാട് എന്ന കഥ.